നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച എല്ലാ അറിയിപ്പുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണ അറിയിപ്പുകളും മറ്റു വാർത്തകളും ഒക്കെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 60 ലക്ഷത്തിന് മുകളിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ 27 ലക്ഷത്തോളം ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നതും ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിയുമുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന, അതായത് വീടുകളിലേക്ക് എത്തിയുള്ള പെൻഷൻ വിതരണം ഫെബ്രുവരി മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ഒരു പെൻഷൻ വിതരണം തുടങ്ങും. ഇനിയും കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇന്നും നാളെയുമായി ആ ഒരു പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്തിട്ടോ ഇനിയും ആർക്കെങ്കിലും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ തുക എത്തിയിട്ടില്ല എങ്കിൽ പെൻഷൻ അനുവദിച്ചു തന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തി എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തതെന്ന് അവിടുത്തെ പെൻഷൻ വിഭാഗവുമായി അന്വേഷിച്ചിട്ട് ഇനിയും പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അവർ പറയുന്ന കൃത്യമായ രേഖകൾ ഒന്നുകിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി വീണ്ടും മസ്റ്ററിങ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ കൃത്യമായി തന്നെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. നമുക്കറിയാം, സംസ്ഥാനത്ത് 1600 രൂപയാണ് ഇപ്പോൾ 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക്, അതായത് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക, നേരത്തെ ഇത് 5 മാസത്തേതായിരുന്നു, 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യുവാൻ ബാക്കിയുള്ളത്. ഇത് പലപ്പോഴായി അതായത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ 1 മാസത്തെ പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്താണ് ഇപ്പോൾ 2 മാസത്തെ 3200 രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും 3 ഗഡു പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത്. ഇതിൽ 1 ഗഡു പെൻഷൻ ഈ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുവാനാണ് സാധ്യത. ഇത്തരത്തിൽ 4800 രൂപ 3 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു പെൻഷൻ കുടിശ്ശിക 2025 അവസാന മാസത്തോടുകൂടി സംസ്ഥാന സർക്കാർ തീർക്കുവാൻ പോകുന്നത്. കുടിശ്ശികയുള്ള 4800 രൂപ 3 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തുകൊണ്ട് പെൻഷൻ കുടിശ്ശിക തീർക്കുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വർധനവും നടത്തുവാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. ഇതിൻ്റെ കൃത്യമായ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക് യു.